ദശകം 12 ശ്ലോകം 5. കോസാ വചിന്യമഹിമാ കിടിരുത്ഥിതോ മേ നാസാ പുടർക്കിമു ഭവേദജിതസ്യ മായാ ഇത്തം വിചിന്തയതി താതരി ശൈലമാത്രാഃ സദ്യോ ഭവ കാഹ അസൗ പ്ലസ് അചിന്യ മഹിമാ. ക ആരാണ്, അസൗ ഇവൻ, ഇവൻ കോസൗ വചിന്യ മഹിമാ ഇവൻ ആരാണ്, ചിന്തിക്കാൻ പറ്റാത്ത അത്ര മഹിമയോട് കൂടിയ ഈ ഇവൻ ആരാണ്. കഴിഞ്ഞ ശ്ലോകത്തിൽ വിരലിൻ്റെ അത്ര വലിപ്പത്തിൽ വന്ന് ആനയുടെ രൂപമായ ആ വരാഹ രൂപത്തെ പറ്റി പറഞ്ഞു. ഇതിൽ ഇവൻ ആരാണ് എന്നാണ് ചോദിക്കുന്നത്. കിടിരുത്ഥിതോ മേ, ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഈ വരാഹം, ഈ പുറത്തേക്ക് വന്ന ആ വരാഹം ആരാണ്. മേ എൻ്റെ നാസികാദ്വാരത്തിൽ കൂടി ആയിരിക്കുമോ. കിമു ഭവേദജിതസ്യ മായാഹ വിഷ്ണു ഭഗവാന്റെ ആ മായ തന്നെ ആയിരിക്കുമോ എന്നാണ് ഇതിൽ ബ്രഹ്മാവ് പറയുന്നത്. ഇത്തം വിചിന്തയതി ധാതരി ശൈലമാത്രാഃ. ഇത്തം അങ്ങനെ ചിന്തിച്ച് ആ ബ്രഹ്മാവ് ഇപ്രകാരം ചിന്തിച്ച് ധാതരി ആ ബ്രഹ്മാവ് ശൈലമാത്രഃ പർവ്വതത്തിൻ്റെ അത്ര വലുപ്പത്തിലുള്ള സദ്യോ ഭവൻ കില ജഗർജിത ഘോരഘോരം ആ പർവ്വതത്തിൻ്റെ അത്ര വലുപ്പത്തിലുള്ള രൂപമായി തീർന്നു, ഘോരഘോരം ഗർജിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. എൻ്റെ മൂക്കിൽ നിന്നും ചാടി വന്ന ഇവൻ ആരായിരിക്കും, വിഷ്ണു ഭഗവാന്റെ മായയാണോ എന്ന് വിചാരിച്ചപ്പോൾ തന്നെ അങ്ങ് ആ പർവ്വതത്തിൻ്റെ അത്രയായിട്ട് ഘോരഘോരം ഗർജിച്ചു ഭഗവാൻ എന്നാണ് മേൽപ്പത്തൂർ ഈ ശ്ലോകത്തിൽ പറയുന്നത്.